വൈകിട്ടായപ്പോഴത്തേക്കും മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തെ ഒരാളെ കണ്ടത് നമ്മുടെ അടുത്ത വീട്ടിൽ എവനായിരുന്നു കേട്ടോ, നമ്മുടെ ക്യൂട്ട് പൂച്ചയായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ചേട്ടന്മാരൊന്നും ഇല്ല. അപ്പൂസ്മോനും ഇക്കായും അപ്പൂസ്മോന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് ഇന്ന് കളിക്കാൻ സിക്സ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ബോൾ വന്ന് വീഴുന്നത് നമ്മുടെ അടുക്കളയുടെ ഭാഗത്താണ്. പിന്നെ ഞാൻ വീടിന്റെ ചുറ്റിലും നടന്നിട്ട് അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് നമ്മുടെ ചെടികൾക്കൊക്കെ എല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഈ ബോഗം വലിയ നല്ലപോലെ ഒന്ന് വെട്ടി സെറ്റാക്കാണ്ടായിരുന്നു. മഴവെള്ളമൊക്കെ നനഞ്ഞിട്ട് ഇതിന്റെ പൂക്കളൊക്കെ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇങ്ങനെ വെട്ടി കൊടുത്തത്. അപ്പോഴത്തേക്ക് നല്ല പൂക്കളൊക്കെ വരും. ഇനി അപ്പൊ ഇക്ക വന്നിട്ട് ചെടിച്ചട്ടിക്കുള്ളിൽ നിന്ന് പുല്ലിനൊക്കെ പറിച്ച് കളിട്ട് ചെടിച്ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറ്റി വെക്കും. സമയം വൈകുന്നേരം 6 മണിയായിട്ടുണ്ട്. അപ്പൊ കാക്കകളൊക്കെ അവരുടെ ഫാമിലി ആയിട്ട് അവരുടെ വീടുകളിലോട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ കുറച്ചിങ്ങനെ കാട് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ക്ലീൻ ആക്കാന്ന് പറഞ്ഞ് ഇക്ക ഇറങ്ങി പുറപ്പെട്ടിട്ടോ അങ്ങ് പകുതി ഒരായിട്ടുണ്ട്. ഇപ്പൊ ഫുൾ ക്ലീൻ ആക്കിട്ടേ കയറുന്നുള്ളൂ. പിന്നെ ഞാനും കൂടെ അങ്ങ് സഹായിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി. അപ്പൊ ഫൈനലി നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ സമയം 7:30 മണിയായിട്ട് അകത്ത് കയറിയപ്പോഴത്തേക്ക് ദേഹമൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ മേലൊക്കെ കഴുകിയിട്ട് ഒരു ഷേക്ക് അടിച്ച് കുടിക്കാൻ വെച്ചാൽ ഭയങ്കര വിശപ്പ്. രണ്ടുപേർക്ക് എന്തെങ്കിലും കഴിച്ചോളാൻ വയ്യായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ഷേക്ക് ഉണ്ടാക്കി എടുത്തു. അപ്പൊ അത് കുടിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ആശ്വാസം. ഇപ്പൊ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.